സൈൻ ടെസ്റ്റിനെ കുറിച്ചുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഇന്ന്. വെൽക്കം ടു മൈ പ്രസൻറ്റേഷൻ. ഈ പ്രസൻറ്റേഷനിലൂടെ നിങ്ങൾക്ക് സൈൻ ടെസ്റ്റ് എന്താണെന്നും എന്താണ് അതിൻ്റെ ഉപയോഗമെന്നും അതെങ്ങനെ കണ്ടെത്താം, അതെങ്ങനെ നടത്താം, സൈൻ ടെസ്റ്റ് എങ്ങനെ കണ്ടക്ട് ചെയ്യാം, എങ്ങനെ അതിൻ്റെ റിസൾട്ട്സ് ഇൻ്റർപ്രറ്റ് ചെയ്യാം എന്ന ഡീറ്റെയിൽസൊക്കെ ഈ പ്രസൻറ്റേഷനിലൂടെ ഉദ്ദേശിക്കുന്നു. സാധാരണഗതിയിൽ ഈ സൈൻ ടെസ്റ്റിന് ചില പ്രത്യേകതകൾ അഥവാ അസംഷൻസ് ഉണ്ട്. ഇത് ഓർഡിനൽ സ്കെയിൽസിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സ്പെരിമെൻറ്റിൽ ബ്യൂട്ടി കോൺടെസ്റ്റ് നടത്തുന്നു. അപ്പോൾ കോൺടെസ്റ്റൻസിനെ റാങ്ക് ചെയ്യുന്നു. റാങ്ക് ചെയ്ത കേസിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ, അവർ ഒരു പർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റിന് മുന്നേ ഇത്തരം കോൺടെസ്റ്റിൽ പങ്കെടുത്തു, അതിനുശേഷവും പങ്കെടുത്തു. ഇത് തമ്മിലുള്ള വ്യത്യാസം അഥവാ ആ ട്രീറ്റ്മെൻറ്റ് ഇഫക്റ്റീവായിരുന്നോ, അവരുടെ കണ്ടസ്റ്റൻറ്റിൻ്റെ പാർട്ടിസിപ്പേഷന് ഇഫക്റ്റീവായിരുന്നോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഈ റാങ്കിങ്, ഈ മെത്തേഡ് ഉപയോഗിക്കും. സൈൻ ടെസ്റ്റ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. മറ്റൊരു കാര്യമുള്ളത്, നമുക്കറിയാവുന്ന പെയർഡ് സാമ്പിൾ ടി ടെസ്റ്റ് അഥവാ കോറിലേറ്റഡ് സാമ്പിൾ ടി ടെസ്റ്റിൻ്റെ ഒരു നോൺ പാരാമെട്രിക് ഈക്വലൻ്റ് തന്നെയാണ് സൈൻ ടെസ്റ്റ്. സൈൻ ടെസ്റ്റ് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കാരണം ഇവിടെ സയൻസിനാണ് കൂടുതൽ പ്രാധാന്യം. സൈൻ മീൻസ് പ്ലസ് ഓർ മൈനസ്. ഇവിടെ ആ ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലേക്കാണ് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. മിക്കവാറും ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ടെസ്റ്റിൽ റേറ്റിംഗ് കൂടും, റാങ്ക് കൂടും. ആ റാങ്ക് കൂടിയോ, ആ സ്കോർ കൂടിയോ എന്ന ഡയറക്ഷൻ മാത്രമേ എടുക്കുള്ളൂ. എത്രത്തോളം കൂടി എന്നുള്ളത് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. നമുക്ക് ഈ പ്രോസസ്സ്, സൈൻ ടെസ്റ്റിൻ്റെ ഈ പ്രോസസ്സ് ഒരു പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കാം. പ്രോബ്ലം ഇതാണ്. ഒരു 6 പാർട്ടിസിപ്പൻസിൻ്റെ ഒരു പർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റിന് മുന്നേ ഉള്ളതും അതിന് ശേഷമുള്ളതുമായിട്ടുള്ള പെർഫോമൻസിൻ്റെ സ്കോറുകളാണ് നിങ്ങൾ കാണുന്നത്. പ്രീ ടെസ്റ്റിലെ സ്കോറ് ഈ 6 പേർക്ക് 10, 12, 14, 20, 13, 10 എന്ന ഓർഡറിലാണ്. പോസ്റ്റ് ടെസ്റ്റിൻ്റെ സ്കോറ് 12, 16, 12, 25, 15, 10 എന്ന രീതിയിലാണ്. നമ്മൾ ആദ്യം ചെയ്യുന്ന കാൽക്കുലേഷൻ ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പോസ്റ്റ് ടെസ്റ്റിനേക്കാൾ കുറവായിരിക്കുമല്ലോ പ്രീ ടെസ്റ്റ്. പോസ്റ്റ് ടെസ്റ്റിൽ നിന്ന് പ്രീ ടെസ്റ്റ് മൈനസ് ചെയ്തിട്ട് നമ്മൾ ഗെയിൻ സ്കോർ കണ്ടുപിടിക്കാറുള്ളത്. അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഗെയിൻ സ്കോർ കാണുന്ന അതേ രീതിയിൽ പോസ്റ്റ് ടെസ്റ്റ് മൈനസ് പ്രീ ടെസ്റ്റ് സ്കോർ കാണുന്നു, ഡിഫറൻസ്. അപ്പോൾ 12 മൈനസ് 10 പ്ലസ് 2, 16 മൈനസ് 12 പ്ലസ് 4, 12 മൈനസ് 14 മൈനസ് 2, 25 മൈനസ് 20 പ്ലസ് 5, 15 minus 13 plus 2, 10 minus 10, 0. ഇനി നമ്മൾ ഈ ഓരോ ഡിഫറൻസുകളുടെയും സൈനുകൾ മാത്രം എടുക്കുന്നു. അഥവാ നമ്മളതിൻ്റെ എത്രത്തോളം വ്യത്യാസമുണ്ടെന്നുള്ളത് കളയുന്നു. നമുക്ക് സയൻസിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. അപ്പോൾ പ്ലസ് 2-ലെ പ്ലസ് എടുക്കുന്നു, പ്ലസ് 4-ലെ പ്ലസ് എടുക്കുന്നു, മൈനസ് 2-ലെ മൈനസ്, പ്ലസ് 5-ലെ പ്ലസ്, മൈനസ് പ്ലസ് 2-ലെ പ്ലസ്, 0-ലെ സൈൻ ഇല്ലാത്തത് കൊണ്ട് ആ ഐറ്റം ഒഴിവാക്കുന്നു. ഇങ്ങനെയാണ് ആ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ മനസ്സിലാവും. അതായത് ഈ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞപ്പോൾ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റിൻ്റെ സയൻസ് നമ്മൾ അടയാളപ്പെടുത്തിയപ്പോൾ അതിൽ 4 പ്ലസ്സുകളും 1 മൈനസും ഉള്ളതായിട്ട് കാണാം. ആകെ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം 6 ആയിരുന്നെങ്കിലും 1 ഒമിറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ ഇനി n=5 എന്ന് വേണം മെഷർ ചെയ്യാൻ. അതായത് ഇവിടെ പോസിറ്റീവായിട്ട് സംഭവിച്ചത് P എന്ന് പറയുന്നത് 4 ആണെങ്കിൽ Q എന്ന് പറയുന്നത് n-P ആണ്. എന്നിൽ നിന്ന്, ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസിൽ നിന്ന് P മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് Q. അതായത് 4 പോസിറ്റീവുകൾ P=4, 1 മൈനസ് Q=1 എന്ന രീതിയിൽ വേണം നമ്മളതിനെ കാണാൻ. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി പ്രോസസ്സ്. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ഹൈപ്പോത്തിസിസ് ഇതാണ്.
പിയും ക്യൂവും ഈക്വൽ ആവാനാണ് സാധ്യത. ദർ ഈസ് നോ ഡിഫറൻസ്. അതായത് നമുക്കിവിടെ 5 ആണ് എന്നെങ്കിൽ 5ൻ്റെ പകുതി, ഹാഫ് ചാൻസ് ആണ് പിക്കും ക്യൂക്കും ഉള്ളത്. അതായത് 2.5 ആണ് പി വരേണ്ടത്, ക്യൂവും 2.5 ആണ്. ഇവിടെ ഈ നൾ ഹൈപ്പോത്തിസിസ് ഏറ്റവും സിമ്പിളായിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നത് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രീ ടെസ്റ്റ് സ്കോഴ്സ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റ് സ്കോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയി. ഇനി നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ ഇനി കൺസിഡർ ചെയ്യേണ്ട വാല്യൂ പി ആണോ ക്യൂ ആണോ എന്നുള്ളതിൽ പ്രാധാന്യമുണ്ട്. നമ്മളെപ്പോഴും പി ആണ് കൂടുതൽ വാല്യൂ കൂടുതലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വാല്യൂ പി ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ 4+ ആണുള്ളത്, അതുകൊണ്ട് നമ്മൾ 4നെയാണ് എക്സ് ആയിട്ട് എടുക്കുന്നത്. എക്സ് മീൻസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഈവൻ ഇഫ് മൈനസ് ആണ് കൂടുതൽ വരുന്നതെങ്കിൽ, കൂടുതൽ മൈനസുകൾ, നമുക്കിവിടെ ഒരു മൈനസ് വന്നുള്ളൂ, മൈനസുകളാണ് നമുക്ക് കൂടുതൽ കിട്ടിയെങ്കിൽ ആ വാല്യൂ ആണ് നമ്മളവിടെ പി ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളുകളിൽ നോക്കാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക് ടേബിൾ ഞാൻ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ 0.05 ലെവലിൽ എന്നിൻ്റെ വാല്യൂ നോക്കാം. ഇവിടെ n എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5 എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഏതാണെന്ന് നോക്കാം. എക്സ് എന്ന് പറയുന്ന നമുക്ക് കിട്ടിയിട്ടുള്ള പിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് നോക്കേണ്ടത്. റൺ ടിയോണിലുണ്ട് ഈ ടേബിൾ എം എന്ന പേരിൽ. ഈ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ കാണുന്നതാണ് ടേബിൾ എമ്മിലാണ് അതുള്ളത്. നമുക്ക് കിട്ടിയ പി ടേബിൾ വാല്യൂവിനേക്കാൾ ചെറുതാണോ വലുതാണോ എന്നാണ് നോക്കേണ്ടത്. ആക്ച്വലി നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ ഇപ്പോൾ ചെറുതാണ്, അതുകൊണ്ട് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രീ ടെസ്റ്റ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റ്. നമുക്ക് ടേബിൾ കാണുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇതേ റിസൾട്ട് തന്നെ chi² ഉപയോഗിച്ചും ചെയ്യാം, പക്ഷെ അതിന് മുന്നേ ടേബിൾ ഒന്ന് നമുക്ക് കാണാം. ഇതാണ് റണ്ണിയോണിൽ കൊടുത്തിട്ടുള്ള ടേബിൾ. ഈ ടേബിളിൽ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ മുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എക്സ് ഓർ n-x ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ ഏതാണ് ലാർജ് അതാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതിൽ 0.05 വേണം നമ്മൾ നോക്കാം. എക്സ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു n ഓർ n-x എന്ന് പറഞ്ഞു. അതിന് ഇപ്പോൾ നമുക്ക് 4 ആണ് വാല്യൂ. 4ന് കറസ്പോണ്ടിങ് n ഈസ് ഈക്വൽ ടു 5 ആണ്. 5ന് കറസ്പോണ്ടിങ് ആയിട്ട് 0.05 വാല്യൂ അഗെയിൻ 5 ആണ്. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ ഇതുമായിട്ട് കമ്പയർ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. ദിസ് ഈസ് ദ പ്രോസസ്. ഇത് ടേബിളിൻ്റെ എക്സ്പാൻഡഡ് വ്യൂ ആണ്. ഇത് മറ്റൊരു സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള വാല്യൂ ആണ്. അഗെയിൻ 5ന് കറസ്പോണ്ടിങ് ആയിട്ട് 5 തന്നെയാണ് വാല്യൂ കാണുന്നത്. ഇനി നമ്മൾ നമുക്ക് തിരിച്ച് ഇൻ്റർപ്രിട്ടേഷനിലേക്ക് പോവാം. ഇൻ്റർപ്രിട്ടേഷൻ നോക്കി കാണാം. 5 ആണ് നമുക്ക് ടേബിളിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്ത വാല്യൂ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ 4 ആണ്. 4 എന്ന് പറയുന്നത് 5നേക്കാൾ ചെറുതായതുകൊണ്ട് there is no difference. We accept the null hypothesis, that is pre-tesറ്റും post-tesറ്റും വ്യത്യാസമില്ല. സോ ട്രീറ്റ്മെൻറ്റ് ഈസ് നോട്ട് ഇഫക്റ്റീവ്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതേ കാര്യം തന്നെ നമുക്ക് chi² ചെയ്യാമെന്ന് പറയുന്ന പ്രോസസ്സാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് chi²ൻ്റെ ഒരു ടേബിളാണ്. ഇതിൽ FYയും FPയും ഫ്രീക്വൻസി ഓഫ് ഒബ്സർവ്ഡ് ഇവൻറ്റും ഫ്രീക്വൻസി ഓഫ് എക്സ്പെക്റ്റഡ് ഇവൻറ്റും എഴുതിയിട്ടുണ്ട്. നമുക്ക് ഒബ്സർവ്ഡ് ഇവൻറ്റ് എന്ന് പറയുന്നത് 4 പ്ലസും 1 മൈനസും ആണ്. എക്സ്പെക്റ്റഡ് ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ൽ ഈക്വൽ ചാൻസ് 2.5 ആണ്. 5/2. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് FO മൈനസ് FE കാണുന്നു. 4 - 2.5, അതുപോലെ 1 - 1.5.
അപ്പോൾ രണ്ട് 1.5 തന്നെയാണ് കിട്ടുന്നത്. ഇനി FO മൈനസ് FE ഹോൾ സ്ക്വയർ കാണുന്നു. 1.5 സ്ക്വയർ 2.25. ദെൻ FO മൈനസ് FE സ്ക്വയർ ഡിവൈഡ് ബൈ FE ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡിവൈഡ് ബൈ 2.5 ചെയ്യുന്നു. നമുക്ക് 0.9 കിട്ടും. ഇനി കൈ സ്ക്വയറിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുക. സിഗ്മ FO മൈനസ് FE ഡിവൈഡ് ബൈ 2 FO മൈനസ് FE സ്ക്വയർ ഡിവൈഡ് ബൈ FE എന്നത് ചെയ്യാം. ഇത് രണ്ട് ഭാഗത്തും കിട്ടിയ വാല്യൂവിനെ ആഡ് ചെയ്യാം. 0.9 plus 0.9 that is 1.8. The obtained chi-square value is 1.8. ഇനി ടേബിൾ വാല്യൂ നോക്കാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇവിടെ വരിക n-1 ദാറ്റ് ഈസ് 1ലാണ് നോക്കേണ്ടത്. 2 കോളം ആണുള്ളത്. 2 × 2 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്ന ടേബിൾ വാല്യൂവിൽ നോക്കുമ്പോൾ കഴിഞ്ഞാൽ chi-squareൻ്റെ വാല്യൂ നമുക്ക് 3.84 ആണ് കാണാം. നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത chi-square വാല്യൂ 1.82 ആണ്. As the 1.8 is less than 3.84, there is no difference. Okay, this is the simple form of chi-square test. ഇതിൻ്റെ റെഫറൻസ് ആയിട്ട് നല്ല റെഫറൻസ് ഡേവിഡ് ഹോവലിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ സൈക്കോളജി അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് ബിഹേവിയറൽ സ്റ്റാറ്റിസ്റ്റിക്സ് വിച്ച് ആണ്. താങ്ക് യു.